Hello dears, welcome back to Sala Learning. It's me Sri Bhama SB. ഹായ് മക്കളെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശം സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ സർവൈവ് ചെയ്യും അല്ലേ? നമ്മൾ ഇത്രയും കാലം സർവൈവ് ചെയ്ത പോലെ തന്നെ ഒന്നിച്ച് തന്നെ സർവൈവ് ചെയ്യും. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മിസ്സിന് പറയാനുള്ളത് സെറ്റായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, റെഡി? അപ്പോൾ സോ ഇന്ന് മിസ് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. അതേപോലെ തന്നെ ഏത് എക്സാമിന് എടുത്തോ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ്ലി ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ അതിലൊക്കെ മെജോറിറ്റി ചോദിക്കാൻ സാധ്യതയില്ല ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരിട്ട് നമ്മുടെ കോണ്ടന്റിലോട്ട് കടക്കാം. യെസ്, അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ലൈറ്റ് ക്യാൻഡിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പണ്ട് കാലത്തൊക്കെ ഒരുപാട് ക്യാൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറണ്ടൊക്കെ പോകുന്ന സമയത്ത്, എമർജൻസിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ക്യാൻഡിലായിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി ഒക്കെ കുറച്ച് മാറി തുടങ്ങി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ ഇതേപോലെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വന്നു, ഇൻവെർട്ടർ വന്നു. സോ ക്യാൻഡിലിൻ്റെ ഒരു എന്താ പറയുക, യൂസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ കുറഞ്ഞു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൽ ഫ്ലെയിം ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ? നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഫ്ലെയിം കാണാൻ പറ്റുന്നുണ്ട്. സോ എങ്ങനെയാണ് മക്കളെ ഈ ഫ്ലെയിം ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യാം? ഹൗ ഈസ് ദീസ് ഫ്ലെയിം ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും? നമുക്ക് അറിയാം, മെഴുകുതിരി ഇങ്ങനെയാണ്, അത് കത്തുന്നുണ്ട്, ഫ്ലെയിം ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ് അതിൻ്റെ റീസൺ? എന്തുകൊണ്ടാണ് ആ ഫ്ലെയിം ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. സെറ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലെയിം കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ ആണ്. ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, വേപ്പറൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വേപ്പറൈസേഷൻ്റെ കാര്യങ്ങളെ നമുക്ക് നോക്കാം. ദ സബ്സ്റ്റൻസ് വിച്ച് വേപ്പറൈസ് ഡ്യൂറിങ് ബേണിംഗ് ഗീവ്സ് ഫ്ലെയിം. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഫ്ലെയിം കൺസിഡർ ചെയ്തോ, ക്യാൻഡിലിൻ്റെ ലൈറ്റ് കൺസിഡർ ചെയ്തോ, അതിന് നന്നായിട്ട് ഫ്ലെയിം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാകും ചുറ്റും പുക പോലെ, സ്മോക്കി പോലെ കുറച്ച് എന്താ പറയുക, പുക പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് വേപ്പറൈസ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ പല സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? ആ വേപ്പറൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത് മക്കളെ? ഫ്ലെയിം തരുന്നത് എന്നാണ് പറയുന്നത്. സോ ഫ്ലെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാലോചിക്കുക, വേപ്പറൈസേഷൻ എന്നൊരൊറ്റ പോയിന്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. സെറ്റാണോ? റെഡിയാണോ? അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രക്ചർ ഓഫ് ഫ്ലെയിം. ഫ്ലെയിമിൻ്റെ സ്ട്രക്ചർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് നോക്കാം ഏതെല്ലാമാണ് സ്ട്രക്ചർ, എങ്ങനെ വരയ്ക്കും, എവിടേക്കാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എൻ്റെ മക്കൾ പഠിച്ചോളണം. എക്സാമിന് ചോദിക്കും. നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ഫ്ലെയിം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കളർ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളറാണ്. പക്ഷേ അതിലെന്തുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ ഉണ്ട്. ഇതുപോലെയാണ് ആക്ച്വലി ഒരു ഫ്ലെയിം ഉള്ളത്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ അല്ലെങ്കിലും സംഭവം ഇങ്ങനെയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത്. വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടും പറ്റും. സോ നോക്കിക്കോളാം, ഏറ്റവും അടിയിലുള്ളത് ബ്ലാക്ക് കളറാണ്. മിസ് ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് കളർ അതിനെ നമ്മൾ ഡാർക്ക് സോൺ ആണെന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തീരെ താഴെ നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് വെറുതെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. മിസ് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മെഴുകുതിരി ഇരിക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കും, താഴെ ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ താഴെ നമുക്ക് ആക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല, ചൂട് ഫീൽ ചെയ്യില്ല. കാരണം അവിടെ ലീസ്റ്റ് ഹോട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ് താഴ്ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡാർക്ക് ആയിട്ടുള്ള സോണ് ബ്ലാക്ക് കളറാണ്. പൊതുവേ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് അല്ലേടാ? നമ്മളെന്ന് വെച്ചാൽ ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡെത്തിനെയും അതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഡാർക്ക് ഫ്ലാഗും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഫ്ലാഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഡാർക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് എന്ന് ആലോചിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. വേണമെങ്കിൽ DB എന്ന് പഠിച്ചു വെച്ചോ. ദെൻ അടുത്തത് ലുമിനസ് സോൺ ആണ്. ലുമിനസ് സോൺ എന്ന് പറയുമ്പോൾ യെല്ലോ കളർ കാണിക്കുന്നു. LY എന്ന് പഠിച്ചു വെച്ചോ, ലൈ എന്ന് പഠിച്ചു വെച്ചോ. അപ്പോൾ എന്താണ് LY? എന്താണ്? ലുമിനസ് സോണ് യെല്ലോ കളറാണ് കാണിക്കുന്നത്. അത് മോഡറേറ്റ്ലി ഹോട്ടാണ്. രണ്ടിന് നടുവിൽ വരുന്ന ഭാഗം മോഡറേറ്റ് ആണല്ലോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? അതുപോലെ തന്നെ മോഡറേറ്റ്ലി ഹോട്ട് ആയിട്ടിരിക്കുന്ന ഒരു പോർഷനാണ് ഈ പറയുന്ന ലുമിനസ് സോൺ. അത് യെല്ലോ കളറിൽ കാണുന്നു. ദ ലാസ്റ്റ് എന്ന് പറയുന്നത് നോൺ ലുമിനസ് സോൺ ആണ്. അത് ബ്ലൂ കളറിൽ, ബ്ലൂ തന്നെ മാർക്ക് ചെയ്യാം, ബ്ലൂ കളറിൽ കാണുന്നു. NB
NB ലൈ DB ഇങ്ങനെ പഠിച്ചു വെച്ചോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അതാണ് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പാട്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചൂടും താഴെ പിടിക്കുമ്പോഴുള്ള ചൂടും ഡിഫറെൻറ്റാണ്. മുകളിൽ നല്ല ചൂട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ബട്ട് താഴെ എന്താണ് നിങ്ങൾക്ക് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഹോട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളാം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ NB LY DB എന്നുള്ള ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ, ഇന്നർ മോസ്റ്റ് സോൺ ഓഫ് അൺബേൺഡ് വാക്സ് വേപ്പേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ലീസ്റ്റ് ഹോട്ടായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ലീസ്റ്റ് ഹോട്ടായിട്ട് നിൽക്കുന്നത് അത് ഇന്നർ മോസ്റ്റ് സോണിൻ്റെ ആ ഒരു ഭാഗമാണ്. അൺബേൺ ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസസ് അല്ലെങ്കിൽ അൺബേൺ ആയിട്ടുള്ള വാക്സ് പാർട്ടിക്കിൾസസ് ആണ് അവിടെ ഉണ്ടാവുക. കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് കമ്പഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ, അവിടെ നമുക്ക് ഹോട്ട് കുറവായിരിക്കുമല്ലോ, ചൂട് കുറവായിരിക്കുമല്ലോ. ഫുൾ കമ്പഷൻ നടക്കുന്ന സ്ഥലത്താണ് അത്രയും ചൂട് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേടാ. അപ്പം അതുകൊണ്ട് ഏറ്റവും താഴത്തെ ഇന്നർമോസ്റ്റ് സോണിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അൺബേൺ ആയിട്ടുള്ള വാക്സ് വേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ബ്ലാക്ക് കളറിൻ്റെ അവിടെ. ആൻഡ് മിഡിൽ സോണ്, നമ്മൾ മിഡിലോട്ട് വന്നു, രണ്ടിൻ്റെ നടുവിലോട്ട് വന്നു. അപ്പം നോക്കുക, അവിടെ പാർഷ്യൽ കമ്പഷൻ നടന്നോ ചോദിച്ചാൽ നടന്നു, നടന്നില്ലേ ചോദിച്ചാൽ നടന്നില്ല. അപ്പോൾ നിങ്ങൾ പറയില്ല എക്സാം എങ്ങനെയുണ്ടാവും ചോദിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലതാ, ചിലപ്പോൾ മാർക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല എന്ന് പറയും അല്ലേ. അതുപോലെ മിഡിൽ സോൺ എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യൽ കമ്പഷനാണ് നടക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടന്നില്ല. അതുകൊണ്ട് തന്നെ മോഡറേറ്റ്ലി ഹോട്ടാണ്. അത് ഏത് പോർഷനാ മിസ് പറഞ്ഞില്ലേ, യെല്ലോ കളർ അല്ലേ. അപ്പോൾ യെല്ലോ കളർ. ദെൻ ഔട്ടർമോസ്റ്റ് സോൺ, ഏറ്റവും മുകളിലുള്ള സോണാണ് ഔട്ടർമോസ്റ്റ് സോൺ എന്ന് പറയുന്നത്. അവിടെ കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ട് ഭയങ്കര ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പാട്ടായിട്ട് നിൽക്കുന്ന പോർഷനാണ് ഈ കാണുന്ന മുകൾ ഭാഗം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാടാ. നമ്മൾ ഏതൊക്കെ സോണ് ഏതൊക്കെ കളർ കാണിക്കുമെന്നും ആ സോണിൻ്റെ പേരെന്താണെന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെറ്റാണോടാ, റെഡി ആണോ മക്കളെ? അപ്പോൾ നോക്ക്, ഒന്നും കൂടെ മിസ് പറയാം. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മനസ്സിൽ സെറ്റാക്കി പഠിച്ചു വെക്കുക. അതാ നോക്കിക്കോ, ഇന്നർമോസ്റ്റ് സോണാണ് ഡാർക്ക്, ബ്ലാക്ക് ഡാർക്ക് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഡാർക്ക് സോണ് ബ്ലാക്ക് കളർ. ദെൻ മിഡിൽ സോണിൽ വന്ന ലുമിനസ് സോണ് ആൻഡ് യെല്ലോ കളർ. അവിടെ ലിമിറ്റഡ് ഓഫ് ഓക്സിജൻസും ആൻഡ് പാർഷ്യൽ കമ്പഷൻ നടന്ന് അൺബേൺ ചെയ്തിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസസ് ആയിരിക്കും അവിടേക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ ലീസ്റ്റ് ഹോട്ടിൻ്റെ കേസിൽ ഓക്സിജൻ സപ്ലൈ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ കമ്പഷൻ അവിടെ നടക്കുന്നതേ ഇല്ല. അൺബേൺ വാക്സ് പാർട്ടിക്കിൾസസ് ആണ് പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ നോൺ ലൂമിനസ് സോൺ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഔട്ടർമോസ്റ്റ് സോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹോട്ടസ്റ്റ് പാർട്ട് ഇൻ ദ ക്യാൻസർ. ക്യാൻസറിലെ ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ പ്ലൻറ്റി ഓഫ് ഓക്സിജൻ, ഇഷ്ടംപോലെ ഓക്സിജനും ആൻഡ് കംപ്ലീറ്റ് കമ്പഷൻ ടേക്ക് പ്ലേസും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും മുകളിലുള്ള ഭാഗം. അപ്പോൾ ദാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് കൂടെ മിസ് പറയാം. ONB എന്ന് ഇവിടെ പഠിച്ചു വെച്ചാൽ ഔട്ടർമോസ്റ്റ് സോണ് നോൺ ലൂമിനസ് ബ്ലൂ കളർ. ഇവിടെയാണെങ്കിലോ യെസ് MLY എന്ന് പഠിച്ചു വെച്ചോ. MLY മീൻസ് മിഡിൽ സോൺ ലൂമിനസ് യെല്ലോ കളർ. ആൻഡ് ലാസ്റ്റ് വൺ ഡാർക്ക് സോൺ ആണല്ലോ, IDB. ഇടി വാങ്ങിക്കുന്ന ആലോചിച്ചോ, ഇടി ബാ എന്ന് ആലോചിച്ചോ വേണമെങ്കിൽ. I for inner zone, innermost zone, and D for dark zone, and B for black. ഇത് പഠിച്ചു വെച്ചാൽ ഒരു പേടിയും വേണ്ട. സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു, അതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞു. സോ കോഡ് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പഠിക്കാം, നിങ്ങളുടേതായിട്ടുള്ള കോഡ് ഉണ്ടാക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പഠിച്ച് സെറ്റായി റെഡി ആയാൽ മാത്രം മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്ര കേസാണ് ഇന്ന് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാതെ മക്കളെ. സോ അതുവരേക്കും ബൈ ഡിയേഴ്സ്, സീ യു.